വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിന്റെ 1 മുതൽ 12 വരെ. യേശു ജനങ്ങളോടും തന്റെ ശിഷ്യന്മാരും ഇപ്രകാരം പറഞ്ഞു: വേദപണ്ഡിതന്മാരും പരീശന്മാരും മോശയുടെ ന്യായപീഠത്തിൽ ഇരിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്ന് അവർ നിന്നോട് പറയുന്ന സകലവും നിങ്ങൾ അനുസരിച്ച് അനുഷ്ഠിക്കുക. എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്നാൽ അവർ പറയുന്നതേ ഉള്ളൂ, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമേറിയ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവയ്ക്കുന്നു, എന്നാൽ തങ്ങളുടെ വിരലിലെ കൊണ്ട് പോലും അവയെ താങ്ങിക്കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ തങ്ങളുടെ സകല പ്രവൃത്തികളും മനുഷ്യർ കാണുവാനായിട്ട് ചെയ്യുന്നു. എന്നാൽ അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുകയും ചെയ്യുന്നു. അവർ വിരുന്നുകളിൽ പ്രധാന ഇരിപ്പിടവും സുന്നഗോഗുകളിൽ മുഖ്യാസനവും തെരുവുകളിൽ വന്ദനവും മനുഷ്യരിൽ നിന്ന് ഗുരുവെന്ന വിളിയും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ഗുരുവെന്ന് വിളിക്കപ്പെടരുത്, കാരണം നിങ്ങളുടെ ഗുരു ഏകനാകുന്നു. നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, എന്നാൽ സ്വർഗസ്ഥനായ ഒരു പിതാവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ ഭരണകർത്താക്കളെന്ന് വിളിക്കപ്പെടരുത്, എന്നാൽ മെസ്സിഹ എന്ന ഏക ഭരണകർത്താവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ വലിയവൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാനല്ല ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തിയുണ്ടാ. ദൈവത്തിന് പ്രസാദകരമാകുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ അഭിഷേകം ജ്വലിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതായ ആരാധന ക്രമത്തിലൂടെ കർത്താവിനെ ആരാധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആരാധനയുടെ മധ്യത്തിൽ വിശുദ്ധ കുർബാന അനുഭവത്തിനായി നമ്മൾ ഒന്നുകൂടി ഒരുങ്ങുവാൻ ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ തന്നിരിക്കുന്ന വേദവായനക്കുറിപ്പിലെ തിരുവചനങ്ങളെല്ലാം തന്നെ കുരിശെടുത്ത് കിരീടം പ്രാപിപ്പാൻ നമുക്ക് വേണ്ടിയ മനോഭാവം ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നാൾതോറും യേശുവിനെ അനുഗമിക്കുവാൻ കുരിശെടുത്തുകൊണ്ട് നടക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാൾതോറും കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി ഏതാണ്? കുരിശ് വരുന്ന വഴി ഏതാ? കുരിശനെ കിരീടമാക്കുന്ന നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എങ്ങനെയാണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ശ്ലീബാ പെരുന്നാളും അതിനുശേഷം 7 ആഴ്ചകളും നമുക്ക് പിതാക്കന്മാർ തന്നിരിക്കുന്നു. 5-ാം വാരത്തിലെത്തിയിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ 4 വാരങ്ങളിലായി കുരിശിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ അവസരം ലഭിച്ചു. ഈ 5-ാം വാരത്തിൽ നമ്മൾ കുരിശിന്റെ ഏത് വശമാണ് കാണുന്നത്? ആ കുരിശിന്റെ ഇന്ന് കാണുന്നതായ വശത്തെ കിരീടമാക്കുവാൻ നമുക്ക് എങ്ങനെ സഹായകരമാകുമെന്ന് ഇന്നത്തെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ സ്വയപരിശോധന ചെയ്യുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് കർത്താവിന് ഒരു ദിവസം ഉണ്ടായ കുരിശ് ആരെല്ലാം ഉണ്ടാക്കി കൊടുത്തു, കർത്താവ് അതെങ്ങനെ സഹിച്ചു, എങ്ങനെ വഹിച്ചു എന്ന് പഠിക്കുവാൻ സഹായകരമാണ്. വിശുദ്ധ മത്തായിയുടെ ശേഷം 23 അധ്യായം 1-ാം വാക്യം മുതൽ തുടങ്ങുന്നത് യേശു ജനങ്ങളോട് തന്നെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: വേദപണ്ഡിതന്മാരും പരീശന്മാരും മോശയുടെ ധർമ്മപീഠത്തെങ്കിൽ ഇരിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്ന് അവർ നിങ്ങളോട് പറയുന്ന സകലവും നിങ്ങൾ അനുസരിക്കുക. എന്നാൽ അവർ പ്രവർത്തിക്കുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞതായ ഒരു കാര്യം. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു കുരിശാണ്. നമ്മുടെ മേലധികാരികൾ മാതൃകയില്ലാത്തവർ ആയിരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയെ നമുക്ക് അനുകരിക്കാനൊക്കുകയില്ല. എന്നാൽ അവരിയ്ക്കുന്ന സ്ഥാനം ആദരണീയവുമാണ്. അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നമ്മൾ മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കണമെന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മൂർഖന്റെ സ്വഭാവമുള്ള ഒരാളാണ് മേലധികാരിയെങ്കിൽ, ഭർത്താവെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥനെങ്കിൽ, നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ശ്രേഷ്ഠ അധികാരമുള്ള ഒരാളെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിലും മനസ്സിന് വളരെ വേദന ഉണ്ടാക്കുമെങ്കിലും അവരെ ദൈവമാണ് ആ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ അവരെ അനുസരിക്കണം. എന്നാൽ അവർ പ്രവർത്തിക്കുന്ന മാതൃകയില്ലാത്ത കാര്യങ്ങൾ അനുകരിക്കേണ്ടെന്നും പറയും. ഇതൊരു കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഓഫീസുകളിലും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലൊക്കെയും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കുരിശാണ്. നമ്മളിങ്ങനെ ആരുടെയൊക്കെയോ കീഴിലായിരിക്കും.
നമുക്ക് പല തലകളുണ്ടെന്നുള്ളതായ കാര്യം അപ്പോസ്തലനായ പൗലൂസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിനെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ടതായ നമ്മൾ സ്വർഗത്തിലെ പിതാവിനെ നമ്മൾ തലയായി അംഗീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പിതാവ് നമുക്ക് പുത്രനെ തന്നിരിക്കുന്നു. പുത്രൻ നമുക്ക് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രത്യക്ഷവും പരോക്ഷവുമായ പല അധികാരങ്ങളുടെ കീഴിൽ നമ്മളെ ആക്കിയിരിക്കുന്നു. ഒരു സ്ത്രീക്കാണെങ്കിൽ 4 തലയുണ്ടെന്ന് പറയുന്നു. സ്വന്തം തല, ഭർത്താവിന്റെ തല, കർത്താവിന്റെ തല, സ്വർഗത്തിലെ പിതാവിന്റെ തല. ഇങ്ങനെ 3-4 തലകളുടെ കീഴിലാണ് ഒരു ഭാര്യയായിരിക്കുന്നവർ, ഒരു വീട്ടിന്റെ ചുമതല വഹിക്കുന്ന ഒരമ്മ അവരുടെ ഭാരങ്ങൾ പങ്കിടണമെന്ന് പറയുന്നു. നാൾതോറുമുള്ള കുരിശിന്റെ അനുഭവങ്ങൾ നമുക്ക് നമ്മൾ തൊട്ടു മുകളിലുള്ളതായ മേലധികാരിയോട് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. മനപ്പൊരുത്തമില്ലെങ്കിൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, പരിഭവങ്ങളോ പരാതിയോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യം ഭർത്താവിന് ശ്രദ്ധിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ഭർത്താവ് തല തന്നെയാണ്. ആ തലയോട് പറയണം. പക്ഷേ തല അത് ശ്രദ്ധിക്കുന്നില്ലേ, നിരാശപ്പെടേണ്ട. അതിന് മുകളിൽ വേറൊരു തല നമുക്ക് തന്നിരിക്കുന്നു. അത് കർത്താവാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിനോട് പറയണം. കർത്താവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഉടനെ കർത്താവ് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. കനാന്യ സ്ത്രീയുടെ കഥ എടുക്കുമ്പോൾ കനാന്യ സ്ത്രീ തന്റെ മകളുടെ ഭൂതോദ്രവത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. അവളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചേയില്ല, തിരിഞ്ഞു നോക്കിയില്ല, അവളെ അവഗണിക്കുകയായിരുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. നിനക്ക് തരാനുള്ളതൊന്നും എന്നെ ഇപ്പം ഇല്ല, മക്കൾക്കുള്ള അപ്പം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മക്കളുടെ അപ്പം വേണ്ട, നായ്ക്കൾക്ക് കൊടുക്കുന്ന അവശിഷ്ടമുണ്ട് അത് മതിയെന്ന് പറഞ്ഞ് അവളോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചതെങ്കിലും ആദരവപൂർവ്വം അവളെ ഒരു പട്ടിയുടെ സ്ഥാനത്തേക്ക് താഴ്ത്തിയെങ്കിലും ആ പട്ടിയുടെ സ്ഥാനത്ത് കിട്ടുന്നത് മതിയെന്ന് പറഞ്ഞ് അവൾ വിശ്വാസത്തോടെ ആ വേദനയുടെ മധ്യത്തിൽ തന്റെ കുടുംബ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ അവൾ വിശ്വാസത്തിന്റെ ദൈവകരുണയുടെയും പുതിയ വഴി തുറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവൾ ആ കുരിശ് സഹിച്ചു. വീട്ടിലെ ഭൂതോപദ്രവത്തിന്റെ പ്രശ്നം, മറ്റ് അനേകരെ സമീപിച്ചിട്ട് സൗഖ്യം കിട്ടാതിരുന്ന പ്രശ്നം, വലിയ പ്രതീക്ഷയോടെ ആരൊക്കെയോ പറഞ്ഞു കേട്ട് വലിയ വിശ്വാസത്തോടെയാണ് യേശുവിന്റെ അടുത്ത് വന്നത്. യേശു അവളെ തള്ളുന്നതായിട്ടാണ് കാണുന്നത്. നിനക്കുള്ളതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞത് അവൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഒതുങ്ങിയപ്പോൾ കർത്താവെ കരുണയുണ്ടാകണം, കൈവിടില്ലേ എന്ന് പറഞ്ഞ് കരുണ വാങ്ങിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത മേലധികാരിയോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടേക്കാം. അതിനു മുകളിലുള്ളവരും ചിലപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് തടസ്സം പറഞ്ഞേക്കാം. എന്നാലും എപ്പം വിളിച്ചാലും കേൾക്കത്തക്കവണ്ണം സ്വർഗത്തിലെ പിതാവ് നമുക്ക് എപ്പോഴും കരുണയുള്ളവനായിട്ടുണ്ടെന്നുള്ള കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സുപ്രീം ഹെഡ് ആ സ്വർഗത്തിലെ പിതാവ് നമുക്ക് എല്ലാ വേദനകളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും മധ്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചെടുത്തുകൊണ്ട് സ്വർഗത്തിൽ ന്യായമുള്ള നീതിയുള്ള ന്യായാധിപനായി കാത്തു നിൽക്കുന്നു എന്നുള്ള കാര്യം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലുണ്ട്. നമുക്ക് ആത്മീയവും മാനസികവും ശാരീരികമായി എന്തെല്ലാം ബന്ധപ്പാടുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും നമ്മുടെ തൊട്ട് അടുത്ത് നമ്മളെ സംരക്ഷിക്കാൻ തന്നിരിക്കുന്ന തലകൾ നമ്മളെ അവഗണിച്ചാലും അവർ നമുക്ക് തരാതെ വേറെ ഏതെങ്കിലും ന്യായം പറഞ്ഞ് നമ്മളെ തള്ളിയാലും പേടിക്കണ്ട. അതിലെല്ലാം മുകളിലൊരു തലയുണ്ട്. ആ തലയിലേക്ക് കാര്യങ്ങൾ സമർപ്പിച്ചാൽ ന്യായമായി വിധിക്കുന്നവനാണെന്ന് പത്രോസ്ലീഹ അനുഭവിച്ചറിഞ്ഞത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കാര്യം ന്യായമായി വിധിക്കുന്നതെങ്കിൽ അവനത് ഫലമേൽപ്പിച്ചു. കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. സ്വർഗത്തിലെ പിതാവിന്റെ നിയോഗപ്രകാരമാണ് യേശു ലോകത്തിൽ വന്നതെങ്കിലും കുരിശ് വഹിച്ചെങ്കിലും കുരിശ് സഹിക്കാവുന്നതിനപ്പുറമായി തീർന്നു. എന്നെക്കൊണ്ട് സഹിക്കാൻ നോർത്തിയില്ല പിതാവേ, നീ വേറെ പിന്നെയെങ്ങാനും മതിയോ, ഇതങ്ങ് മാറ്റിവെക്കട്ടെ, എനിക്ക് മേലാന്ന് വരെ പറയേണ്ടി വന്നു. നമുക്ക് ആത്മീയവും മാനസികവും ശാരീരികമായ കുരിശുകൾ നമ്മുടെ സഹിക്കാവുന്നതിനപ്പുറമാകാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിരാശപ്പെടേണ്ട. ആ വിവരം സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചാൽ മതി. അപ്പോൾ അവിടെ വീണ്ടും നീക്കുപോക്കുകളുണ്ടെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിന്റെ സമീപത്തുള്ളവരോ വീട്ടുകാരോ നാട്ടുകാരോ മേലധികാരികളോ നമുക്ക് സഹായം ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നവരോ നമ്മളെ കൈവിട്ടാലും പേടിക്കേണ്ട. കാര്യം ന്യായമായി വിധിക്കുന്നെങ്കിൽ സ്വർഗകോടതിയിലേക്ക് വിട്ടേര്. സ്വർഗത്തിലെ കോടതി അത് ന്യായമായി പരിഗണിക്കും, അതിന് പരിഹാരം തരുമെന്ന് പറഞ്ഞ് പത്രോസ്ലീഹയുടെ ആശ്വാസം നമുക്ക് അറിയിരിക്കുന്നു. നമുക്ക് ആരിൽ നിന്നല്ല എന്തെല്ലാം പരിഭവം ഉണ്ടായാലും പരാതി ഉണ്ടെങ്കിലും സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലേക്ക് വിട്ടാൽ പിതാവ് നമ്മളോട് കണ്ട കാണിച്ച് ന്യായമായി വിധിക്കുമെന്നാണ് പറയുന്നത്.
കർത്താവ് മനുഷ്യജാതിയുടെ വിടം പാപശാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശെടുത്ത് വ്യാകുലപ്പെട്ട് വേദനിച്ച് ഗെത്സമനാത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥിക്കാൻ മേലാതെ വരുന്നു. തന്നെ സഹായിക്കാൻ പ്രതീക്ഷിച്ചതായ ശിഷ്യന്മാരുടെ സഹായം കിട്ടാതെ വരുന്നവർ ഉറങ്ങുന്നു. അപ്പോൾ ആ കാര്യവും സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചു, കർത്താവ് നീ എനിക്ക് 12 പേരെ തന്നതാ, അതിൽ 9 പേരെ ഒരു പ്രതീക്ഷയില്ലാതൊന്നും ഈ ദുഷിച്ച തലമുറയുമായി ഇണങ്ങിച്ചേർന്നവർ അവിശ്വാസവും കോട്ടമുള്ളവരായി അവരങ്ങ് പോയി. 3 പേരെ കുറിച്ച് സ്വല്പം പ്രതീക്ഷയുണ്ടായിരുന്നു. അവരെയും കൂട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ചങ്കുവേദന എടുക്കുന്നുണ്ട്, രക്തം വേർക്കുന്നുണ്ട്, സ്വസ്ഥതയില്ല, പ്രാർത്ഥിക്കാനും ഒക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എനിക്ക് പോലും പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. ഈ ദുസ്ഥിതിയിൽ ഞാൻ ഈ പരിപാടി അങ്ങ് മാറ്റിവെച്ചേക്കട്ടെ എന്ന് ചോദിച്ചെങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ പിതാവിനെ വിവരം അറിയിച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവ് എമർജൻസി കോട്ടായിൽ ഒരു സഹായത്തിന്റെ ഒരു സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ദൂതനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ സഹായങ്ങളും ഇല്ലാതാകുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, സഹിക്കാൻ പാടില്ലാത്ത വേദന വന്നാലും ഈ കാര്യം പിതാവിനെ അറിയിക്കാൻ മറക്കരുത്. സ്വർഗത്തിലെ പിതാവിനെ അറിയിച്ചാൽ അപ്പോൾ മാത്രം തരാൻ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദൂതൻ ദൈവസന്നിധിയിലുണ്ട്, എമർജൻസി കോട്ടായിൽ നമ്മളെ സഹായിക്കാൻ. അങ്ങനെ അത്യാസന്ന സമയത്ത് അടിയന്തരാവസ്ഥയിൽ മാത്രം തരാൻ വെച്ചിരിക്കുന്ന സഹായങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. അത് ചോദിക്കാനും അത് പ്രയോജനപ്പെടുത്താനും മറക്കരുതെന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ വഴികളും അണഞ്ഞാലും സ്വർഗത്തിലെ പിതാവിലേക്കുള്ള വഴി തുറന്നു കിടക്കുന്നു. പരിശുദ്ധാത്മാവ് പുത്രൻ വഴിയായി നമുക്ക് സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലേക്ക് വഴിയൊരുക്കിയിരിക്കുന്നതുകൊണ്ട് വഴി സത്യം ചെയ്യുന്നതുമായ യേശു നമ്മുടെ ഭാരവും സങ്കടവും പിതാവിന്റെ സന്നിധിയിൽ എത്തിയിട്ട് ആ പിതാവിനെ ഏൽപ്പിക്കുന്ന ഭാരം പുത്രനെ ഏൽപ്പിക്കും, പുത്രൻ നമ്മളുമായത് പങ്കിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതയാത്ര വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിന്റെ ഭാരം യഹോവയിൽ വെച്ചു 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ പറയുന്നു. അവൻ നിനക്കായി കരുതുന്നതായ നിന്റെ സകല ചിന്താകുലും അനുവൽ ഇട്ടുവെന്ന് പത്രോസ് തന്നെ 1 പത്രോസ് 5-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെയും ആശ്രയിക്കാതെ, ആരെയും ആശ്രയിക്കാതെ നേരിട്ട് പിതാവിനോട് കാര്യം അങ്ങ് പറയുകയാണെങ്കിൽ നമ്മുടെ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ മൂറോൻ വഴിയായി നമ്മുടെ ഉള്ളിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്നു. അത് വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി പരിശുദ്ധ മൂറോന്റെ അഭിഷേകമുള്ള നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാരവും സങ്കടവും ഞരങ്ങി സ്വർഗത്തിലെത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പുത്രൻ വഴിയായി എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്, കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അത് കഴിയുമ്പോൾ പിതാവ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം കുറച്ച് പുത്രനെ ഏൽപ്പിക്കും, പുത്രൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലധികാരികളെ ഏൽപ്പിക്കും, സഹപ്രവർത്തകരെ ഏൽപ്പിക്കും. അത് അനേകരുമായി പങ്കിട്ട് കഴിയുമ്പോൾ തമ്മിൽ ഭാരങ്ങളെ വഹിപ്പീൻ, തമ്മിൽ പ്രബോധിപ്പീൻ എന്നുള്ളതായ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടുകയാണ്. ഭാരങ്ങൾ പങ്കിടുമ്പോൾ പകുതിയാകുന്നു, സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിയാകുന്നു. ആരാധനയിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ പലവിധ ഭാരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്വലിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഭാരവും സങ്കടവും എല്ലാം പുത്രൻ വഴി പിതാവിനെ ഏൽപ്പിച്ചു. പിതാവ് അത് ഏറ്റെടുത്തു. അത് അനേകരുമായി പങ്കിട്ടൊരു കൊച്ചു ഭാരം മാത്രം നമ്മുടെ എത്തി വരും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാണെന്ന് പറഞ്ഞ വചനപ്രകാരം ഇപ്പോഴിതാ നമ്മുടെ ഭാരങ്ങളെല്ലാം പങ്കിട്ട് അത് വഹിക്കാവുന്ന തരത്തിൽ സമാധാനത്തോടെ നമ്മൾ ആയിരിക്കുന്നിടങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ഈ വിശുദ്ധന്മാരോടൊപ്പം ധൂപപ്രാർത്ഥന നടത്തി നമ്മൾ ആരുടെ കബറിടത്തിൽ വന്നിരിക്കുന്നോ മാത്യൂസ് പ്രാർത്ഥനയും മാത്യൂസ് കബറിടത്തിൽ കൂടെയുള്ള എല്ലാം കൂടെ പങ്കിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വരവ് ഇതിനെ ഒരു പുത്തൻ കുർബാനയാക്കി നമ്മുടെ മഹത്വ ശക്തിയെ സ്വർഗത്തിൽ എത്തിച്ചിട്ട് അത് സമാധാനത്തിന്റെ ശക്തിയായി മടങ്ങി വന്നിട്ട് അത് അനേകരുമായി പങ്കിടുമ്പോൾ അത് ഇരട്ടിയായിട്ട് ഈ ആത്മീയ വ്യാപാരത്തിന് ലാഭങ്ങളുമായി നേട്ടങ്ങളുമായി പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥന തുടരുകയാണ്. നമ്മുടെ മാത്യൂസ് കബറിടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ധൂമയ്ക്കും അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കും. അത് നമുക്ക് സമാധാനത്തെ അനുഗ്രഹത്തെ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.